നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ ഹൈസ്കൂൾ 1985 SSLC ബാച്ച് ഓർമ്മയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും വാർഷികാഘോഷവും സഹപാഠിയും MLAയുമായ PK പ്രവീണിന് സ്വീകരണവും SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. പാനൂർ ഹൈസ്കൂൾ 1985 SSLC ബാച്ച് ഓർമ്മയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡിയും വാർഷികാഘോഷവും സഹപാഠിയും MLAയുമായ PK പ്രവീണിനുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. PK പ്രവീൺ MLA NCC ബാലൻ മാസ്റ്റർ ആദരിച്ചു. വിചാരിക്കുന്നത് എനിക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. നമ്മളങ്ങനെ പറയാറ്, വില പിടിച്ച എന്തെങ്കിലും സാധനം കിട്ടിയാലോ എനിക്ക് വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നിങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും നല്ലൊരു ഊർജമാണ്. എന്നോട് പലരും പറയാറുണ്ട്, മാഷ് ഇങ്ങനെ റിട്ടയർ ചെയ്ത് കുറേ വർഷമായി, ഇത് പ്രായമൊന്നും തോന്നുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ 2005 റിട്ടയർ ചെയ്യുന്നത്. 21 വർഷമായി. ചടങ്ങിന്റെ ഭാഗമായി പാനൂർ ഹൈസ്കൂൾ, KKV മെമ്മോറിയൽ ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഗ്രൂപ്പ് അംഗങ്ങളുടെ SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. സവിത എൻറോൾമെന്റ് വിതരണവും PK പ്രവീൺ MLA നിർവഹിച്ചു. നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, നിങ്ങളെ ജനപ്രതിനിധിയാണ്. ശരിക്കും നിങ്ങളെയാണ് വഴങ്ങേണ്ടത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്തോ ഒരു വേർതിരിവ് കാണുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത്. സന്ദീപാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ വിളിക്കാനൊരു വഴി, പ്രോട്ടോകോൾ തെറ്റുമോ? സ്വബന്ധത്തിന് രാഷ്ട്രീയമെന്നോ മതമെന്നോ ഒന്നുമില്ലാതെ നമ്മൾ ഒന്നാണ്. നമുക്ക് ഒറ്റ ഇതാ വേണ്ടതോ. ഞാൻ പഴയ പ്രവീൺ തന്നെയാണ്. ഇത് തിരഞ്ഞെടുത്തതാണ്. ആ തിരഞ്ഞെടുത്തത് 5 വർഷത്തേക്കാണ്, ചിലപ്പോൾ അത് 3 വർഷമാകാം. ആ മാറ്റങ്ങളുണ്ട്. പക്ഷെ എന്നാലും ആ PK പ്രവീൺ എന്ന ആ സഹപാഠി തന്നെയാണ് ഞാനെപ്പോഴും നിങ്ങളോട് ഉണ്ടാവും. എന്നെ വിമർശിക്കാനും തെറ്റായ രീതിയിൽ പോകുമ്പോൾ ഉപദേശിച്ചുകൊണ്ട് നേരായ വഴിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. ആ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതെല്ലാം വികസനം വേണം, ഏതെല്ലാം ക്ഷേമം വേണം എന്നുള്ള അറിയപ്പെടുന്ന എല്ലാവർക്കും നല്ല തലയുള്ള ആൾക്കാരാണ് ഓരോ മേഖലയിൽ. അതനുസരിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. സന്ദീപ് KK അധ്യക്ഷത വഹിച്ചു. KK ധനഞ്ജയൻ, മുഹമ്മദ് അലി, T ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. K അരവിന്ദൻ സ്വാഗതവും സ്നേഹലത നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി സുധാകൃഷ്ണനെ പ്രസിഡന്റായും, T ബാബുവിനെ സെക്രട്ടറിയായും, സ്നേഹലത ഹരിലാൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും, അനിൽ കോസായി, അരവിന്ദാഷൻ എന്നിവരെ വൈസ് പ്രസിഡന്റായും, കുമാരൻ മാസ്റ്ററെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു.
ചടങ്ങിന്റെ ഭാഗമായി ഓർമ്മ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 4ാമത് വാർഷിക ജനറൽ ബോഡിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചിട്ട് വാർഷികാഘോഷവും കൂടിയാണ്. SSLCയിലും +2ലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ PK പ്രവീൺ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ വിദ്യാർത്ഥിനികൾ ഭാഗ്യവാന്മാരാണ്. ഒരു വലിയൊരു കടമ്പയായിരുന്നു. മിക്കവാറും പകുതിയിലധികം പേരെ തോക്കും. പിന്നെ മാത്രമല്ല, നമുക്കൊന്നും ഒരു ജീവിത ലക്ഷ്യം എന്താണെന്നുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല പഠനകാലത്ത്. എങ്ങോട്ട് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാനല്ല മിക്കവാറും ആളുകൾ തൊഴിൽ ചെയ്താണ് പലരും ജീവിതമാർഗം കണ്ടെത്തി. ഞാൻ സമഗ്ര ന്യൂസ്.